ട്രാവൽ ജംഗൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതി എല്ലാവരെയും മോഹിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയ ചെറിയ ജീവജാലങ്ങൾ മുതൽ ഭീമാകാരമായ നീലത്തിമീങ്കലങ്ങൾ വരെയുള്ള ഈ പ്രകൃതി ഒരു വിസ്മയം തന്നെയാണ്. അതിൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഓരോ ജീവജാലത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ സയൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഫുഡ് ചെയിനെ പറ്റി. അതിൽ നമ്മൾ പഠിക്കുന്നത് പുൽച്ചാടിയെ തവള തിന്നുന്നു, തവളയെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ പരുന്ത് റാഞ്ചുന്നു. ഇത് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഫുഡ് ചെയിൻ ഇല്ലാണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ ഫുഡ് ചെയിനിൽ വരുന്ന ഏതെങ്കിലും ഒരു ജീവജാലത്തിൻ്റെ ആവാസ വ്യവസ്ഥ നശിക്കുമ്പോഴാണ്. മൂന്നാറിലെ ഒരു ടൂറിസ്റ്റ് ഗൈഡും നിരന്തരമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈയിടെ മാധ്യമ ശ്രദ്ധ നേടുകയുണ്ടായി. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു അപൂർവ ഇനം തവളകളെ സംരക്ഷിക്കുകയാണ് പുള്ളി ചെയ്തത്. അദ്ദേഹം എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥ കൃത്രിമമായി സൃഷ്ടിക്കുകയും അതുവഴി അവരെ സംരക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ അധികം ആരും ചിന്തിക്കാത്ത ഈ ഒരു കാര്യം ചിന്തിച്ച് ഈ പ്രത്യേക ഇനം തവളകളെ സംരക്ഷിക്കാൻ പ്രചോദനമായെന്ന് നമുക്കിന്നറിയാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പരിസ്ഥിതി പ്രവർത്തകനായ ഹാറ്റ്ലി രഞ്ജിത്താണ്. അത് ഹാറ്റ്ലി രഞ്ജിത്ത് ചേട്ടൻ്റെ വൈഫാണ് സീകൾ ചേച്ചി. അപ്പോൾ ചേട്ടോ, പൊതുവേ എല്ലാവരും വലിയ വലിയ മൃഗങ്ങളുടെ പുറകെയും പിന്നെ അത് കൺസർവ് ചെയ്യുക, ടൈഗർ കൺസർവേഷനൊക്കെ പറഞ്ഞാൽ പോകുന്നു. ചേട്ടന് എന്തുകൊണ്ടാണ് ഈ പ്രത്യേകതരം ഈ ഇനം തവളകളെ, ഞാൻ കേട്ടതനുസരിച്ച് വളരെ ചെറിയ 1 ഇഞ്ച് 2 ഇഞ്ച് മാക്സിമം വരുന്ന തവളകളാണ് കൂടുതലും ഈ ഇനത്തിൽ പെടുന്നതെന്ന് അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻ്റായിട്ട് ഈ തവളകളെ സംരക്ഷിക്കണമെന്നും അതിനുവേണ്ടി കൃത്രിമമായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കണമെന്നും ചേട്ടന് തോന്നാനും ഇതിന് പ്രചോദനമായ കാരണം? അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈ ടൈഗറിൻ്റെയും എലിഫൻറ്റിൻ്റെയും പുറകിലാണ്. പക്ഷെ അതിൽ കുറച്ച് ആളുകളാണ് നമ്മുടെ ഫ്രോക്സും സ്നേക്സും ലിസേർഡ്സും ഈ നമ്മുടെ ഈ ഫുഡ് ചെയിൻ്റെ ഒരു പാർട്ടാണെന്നും അതിനെ കൺസർവ് ചെയ്യണം, അല്ലെങ്കിൽ അതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, വലിയ ഈ മാമൽസിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതി അതിനെ കൺസർവ് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കം ആളുകളാണ്. പിന്നെ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൂടുതലും ഫോറിനേഴ്സിനെയാണ് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കൂടുതലും ഒക്ടോബർ ടു മാർച്ച് ആ ടൈമാണ് അവർ വരുന്നത്. അപ്പോൾ കൂടുതൽ ട്രെക്കിങ്ങും ക്യാമ്പിങ്ങും സൈക്ലിങ്ങും ഒക്കെ ആയിരുന്നു, ബേർഡ് വാച്ചിങ്ങും വൈൽഡ് ലൈഫ് ടൂർസൊക്കെ ആയിരുന്നു. പക്ഷേ മൺസൂൺ ആകുമ്പോൾ ഇവരുണ്ടാകാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 8 വർഷം മുമ്പ് ഒരു ഫ്രോക്സിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒരു ടീം വരുന്നത്, അവരെ ഗൈഡ് ചെയ്യുന്നത്. ഇവർ ത്രൂ ആണ് ഞാൻ ഈ ഫ്രോക്സിൻ്റെ ഇമ്പോർട്ടൻസും മൂന്നാറിൽ തന്നെ ഇത്രയും ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ഫ്രോക്സ് ഉണ്ടെന്നും ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകത വളരെ അധികമാണെന്നും അറിഞ്ഞത്. പിന്നെ ഈ പർട്ടിക്കുലർ ഗ്ലൈഡിംഗ് ഫ്രോഗിൻ്റെ ബിഹേവിയർ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും നമുക്ക് ബിഹേവിയർ പല പ്രാവശ്യമായിട്ട് നമ്മൾ ഫീൽഡിൽ പോയിട്ടുള്ള ആ ഒരു നോളജ് ഉള്ളതുകൊണ്ടും ഇതിൻ്റെ ഹാബിറ്റാറ്റ് റെസ്റ്റോറേഷൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ ചേട്ടന് ഏത് ടൈപ്പ് ഫ്രോഗിനാണ് കൂടുതലും ഇത് കൺസർവ് ചെയ്യുന്നത്? അതായത് ഞാൻ അത് വലിയൊരു സംഭവമല്ല ഞാൻ ചെയ്താക്കുന്നത്, ചെറിയൊരു കാര്യം, ഒരു ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്രോഗ്. അത് ഏത് ടൈപ്പ് പേര് ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക്? അത് നമ്മുടെ ഫോൾസ് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്നാണ് അതിൻ്റെ പേര്. ഫോൾസ് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ്. ഈ പറക്കും തവള എന്ന് പറയുന്ന ഏകദേശം ഇതിന് അതിൻ്റെ കാലിൽ വെബിങ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ താറാവിൻ്റെ ഒക്കെ പോലെ ഏകദേശം അതുപോലെ എയറിനെ കൺട്രോൾ ചെയ്യാനുള്ള. അതെ, അപ്പം നമ്മളൊരു മരത്തിൽ നിന്ന് ചാടി അതിന് നമ്മൾ ബേർഡ്സ് പറക്കുന്ന പോലെയല്ല, ഗ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഫോൾസ് ഗ്ലൈഡിംഗ് മലബാർ ആ ഒരു പേര് വരാൻ കാരണം. അതെ, അത് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു തവളയുണ്ട് നമ്മുടെ നാട്ടുപ്രദേശത്തെല്ലാം. ലോവർ ഓൾട്ടിറ്റ്യൂഡ് ലൈക്ക് സീ ലെവൽ മുതൽ ഒരു 1200 വരെ ഓൾട്ടിറ്റ്യൂഡിൽ ആ മറ്റേ തവളേനെ കാണാൻ പറ്റും. അതായത് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗിന്. ഈ തവള ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ മാത്രമേ ഉള്ളൂ, ഒരു 1000 എബോ മാത്രം, 1200 എബോ ഫീറ്റിന് എബോ മീറ്റേഴ്സ് എബോ ഉള്ള ഓൾട്ടിറ്റ്യൂഡിൽ മാത്രമാണ് ഈ പ്രത്യേകതരം തവളയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ മൂന്നാർ ഭാഗത്ത് ഈ തവളകൾ കൂടുതൽ അധികമായിട്ട് വരുന്നത്. മൂന്നാറിലും പിന്നെ വാൽപ്പാറയിലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഹയർ ഓൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലങ്ങളിൽ ഇതുണ്ട്. അപ്പോൾ ഹാലിച്ചേട്ടൻ പറഞ്ഞല്ലോ ഒരു കൃത്രിമമായ ഒരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്തു. അതെ. അപ്പോൾ അതിനുവേണ്ടി പ്രാക്ടിക്കലായിട്ട് എന്താണ് ഇവിടെ ചേട്ടൻ ബിൽഡ് ചെയ്തേക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ സംഭവം? അത് വലിയ കാര്യമൊന്നുമില്ല. ചുമ്മാ നമ്മളൊരു കുഴി എടുത്തിട്ടുണ്ട്. കുഴിയിലേക്ക് ആദ്യം നമ്മൾ നമ്മുടെ അരിച്ചാക്ക്
ജൂട്ട് സാക്ക് ഉണ്ട്. ജൂട്ട് സാക്ക് അടിയിലിട്ട് ഒരു ലെയർ കിട്ടാൻ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ അതിൻ്റെ മേളിൽ നമ്മൾ ടാർപോളിൻ, അത് ടാർപോളിൻ നോർമലി ബ്ലൂ ആണ് വരുന്നത്. അപ്പം ആ ഒരു ഓപ്പോയിറ്റ്നസ് മറിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഒരു ബ്ലാക്ക് ഷീറ്റ്. അപ്പോൾ ആ വെള്ളം സ്റ്റാഗ്നന്റ് വാട്ടർ ആയിരിക്കും, എപ്പോഴും വെള്ളം ഉണ്ടാവും. പിന്നെ എപ്പോഴും ഒരു ഒഴുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ വെള്ളം സ്റ്റാഗ്നന്റ് വാട്ടർ ആകുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി പ്രശ്നം ഉണ്ടാകുന്നതാണ്. അതെ, അത് കാരണം നമ്മളൊരു അടുത്ത് തന്നെ സ്ട്രീമുണ്ട്. അപ്പോൾ ആ സ്ട്രീമിൽ നമ്മളൊരു ഓസ് ഇട്ടിട്ട് വെള്ളം പിന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ട് അത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോണ്ടിന് ചുറ്റും നമ്മൾ നിറയെ ചെടികൾ വെക്കും. അങ്ങനെ വെക്കുന്നതിൻ്റെ എന്തെങ്കിലും അത് ഈ ഫ്രോഗിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പർട്ടിക്കുലർ ഫ്രോഗിന് നമുക്ക് ഹാബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് തന്നെ അതിൻ്റെ ആ ഒരു മീറ്റിംഗ് ബിഹേവിയർ കാരണം. അപ്പം അതായത് നമ്മൾ ഈ ഫ്രോഗ്സ് എല്ലാം കോൾ ചെയ്യും, കേട്ടിട്ടുണ്ട്, വോക്കൽ സാക്ക് വെച്ചിട്ട് കോൾ ചെയ്യും. അപ്പോൾ ഈ ഫ്രോഗും മെയിൽ കോൾ ചെയ്യും, ഫീമെയിലിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പം മെയിൽ അത് ആ മീറ്റിംഗ് പ്രോസസ്സിന് നമ്മൾ ആംബ്ലക്സസ് എന്നാണ് പറയുന്നത്. ആംബ്ലക്സസ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു ഫീമെയിൽ കറക്റ്റ് ഒരു മെയിലിനെ ചൂസ് ചെയ്യണം ചെയ്യും. അപ്പം നല്ല അതായത് ഒരു ഹെൽത്തി മെയിലിനെ കോൾ ചെയ്യുന്ന സൗണ്ടിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് ആ കോളിൻ്റെ സ്ട്രെങ്ത്തും ആ ഫ്രോഗിൻ്റെ ഹെൽത്തിനെസ്സും ഒക്കെ ഈ ഫീമെയിൽ മനസ്സിലാക്കിയിട്ടാണ് ഒരു മെയിലിനെ ചൂസ് ചെയ്യുന്നത്. ഒരു ചിലപ്പോൾ ഒരു 10-15 മെയിൽ അവിടെ നിന്ന് കോളി ഉണ്ടാവും. ഈ ഫീമെയിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഒരു മെയിലിനാണ്. ഓക്കെ, എന്നിട്ട് ആംബ്ലക്സസ് എന്ന് പറയുന്നത്. അപ്പം ആംബ്ലക്സസ് നടക്കുന്ന സമയത്ത് ഈ മെയിലും ഫീമെയിലിൻ്റെ മുകളിൽ മെയിലുണ്ടാവും, മുകളിൽ അള്ളി പിടിച്ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നേരെ വെള്ളത്തിലേക്ക് ചാടും. രണ്ട് മെയിലും ഫീമെയിലും വെള്ളത്തിലേക്ക് ചാടും. ഓൾമോസ്റ്റ് ഇത് കുളിച്ച് കയറുക എന്നുള്ളൊരു സെറ്റപ്പാണ്. വെള്ളത്തിലേക്ക് ചാടി തിരിച്ച് കരയിലേക്ക് വന്നു. കരയിലേക്ക് വന്നിട്ട് മിക്കവാറും ഈ ചെടികളിലാണ് ഇത് മുട്ടയിടുന്നത്. അപ്പം ഫീമെയിൽ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഫീമെയിലിൻ്റെ ബാക്കിലേക്ക് വെച്ചിട്ട് ഈ പതപ്പിച്ചെടുക്കുന്ന പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിലേക്ക് മുട്ടയിടും, ഫീമെയിൽ മുട്ടയിടും. എന്നിട്ട് മെയിൽ അതെ തുപ്പല് പോലെ. അപ്പോൾ ഇത് അങ്ങനെ പോയി പ്രത്യേകതര ഇലയിലായിരിക്കണം അല്ലെങ്കിൽ ഇത് ഊർന്ന് നോർമലി ഒരു കാർഡമം പ്ലാന്റേഷൻ്റെ നമ്മുടെ ഏലത്തിൻ്റെ ഇല അല്ലെങ്കിൽ നമ്മുടെ ജിഞ്ചറിൻ്റെ ഇല, ടെർമറിക്കിൻ്റെ ഇല, അങ്ങനെ കുറച്ച് വീതിയുള്ള ഇലയാണ് നോർമലി ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത വോളിൻ്റെ സൈഡിൽ കുറേ കല്ലും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിലും ചിലപ്പോൾ നെസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഇതിന് ചുറ്റും ഈ കല്ലും ചെടികളും അതൊക്കെ കല്ലും ഇതൊക്കെ വെച്ചേക്കും. പിന്നെ ഇതിനകത്ത് വേറൊരു മെയിൻ ഫാക്ടർ എന്ന് പറയുമ്പം ഈ ക്രിയേറ്റ് ചെയ്ത നെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഫോം നെസ്റ്റിൻ്റെ നേരെ താഴെ വെള്ളം വേണം. അതാണ് നമ്മൾ ആ ഒരു സ്റ്റാഗ്നന്റ് വാട്ടർ ക്രിയേറ്റ് ചെയ്തത്. ഈ മുട്ട 3-4 ദിവസത്തിൽ ഹാച്ചാവും ഈ നെസ്റ്റിൻ്റെ അകത്ത്. അത് പിന്നെ ഒരു ഫാക്ടർ മഴയാണ്. ഈ മുട്ട ഹാച്ച് ആകുമ്പോഴത്തേക്കും മഴ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ നെസ്റ്റിൽ നിന്ന് മുട്ട ഒഴുകി വെള്ളത്തിലേക്ക് വീഴും. ആ സമയത്ത് മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മുട്ട ഒഴുകി വെള്ളത്തിലേക്ക് വീഴാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. അവിടെ ഇരുന്ന് തന്നെ ഡ്രൈ ആയിട്ട്. ഓക്കെ, പിന്നെ താഴെ വീഴുമ്പോൾ താഴെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ വീണിട്ട് ആ മുട്ട നെസ്റ്റ് പോവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ടറാണ്. മഴ വേണം. നമ്മൾ ഈ കാണുന്ന ഈ കുഞ്ഞൻ തവളകൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ സർവൈവൽ നടക്കുന്നത്. അതെ. അപ്പം ഇതിൻ്റെ അത് ഒരു ഫാക്ടർ ഇപ്പം മുട്ടയിട്ടു. അതായത് ഈ ഫ്രോക്സ് മേറ്റിംഗ് ടൈം മോസ്റ്റ്ലി മൺസൂണാണ്. അപ്പം മൺസൂൺ ഈ മഴ കണ്ടിട്ടാണ് ഇത് മേറ്റിംഗ് ഇതാവുന്നത്. അപ്പം ഇപ്പം ഈ മെയ്റ്റ് ചെയ്തിട്ട് നെസ്റ്റും ക്രിയേറ്റ് ചെയ്ത് എല്ലാം സെറ്റായി. എന്നിട്ട് മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മുട്ട അവിടെ തന്നെ ഇരുന്ന് ഉണങ്ങിപ്പോകും. മഴവെള്ളം അതിലേക്ക് വീണ ഇതൊരു കുമ്പിള് പോലെയാണ്. ഈ 2 ഇലകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് മിക്കവാറും, അതായത് ഇതിൽ നെസ്റ്റ് ഒരു ഇതിൽ ഫോം ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഇല മിക്കവാറും ഇങ്ങനെ ആയിരിക്കും ക്രിയേറ്റ്. അല്ലെങ്കിൽ ഈ ഒരു ഇല തന്നെ ഇങ്ങനെ കുമ്പിള് പോലെ അത് അങ്ങനെ ആകുന്നതാണ്. ഇത് തമ്മിൽ ഒട്ടും ആ പോലത്തെ സാധനം കൊണ്ട് ഒട്ടുന്നു. എന്നിട്ട് മഴവെള്ളം വീഴുമ്പോഴത്തേക്ക് നേരെ ഇതുവഴി ചാനൽ ചെയ്തിട്ട് താഴത്തേക്ക് നേരെ വീഴുന്ന സ്ഥലം താഴെ വെള്ളമായിരിക്കും. അവിടെയും വെള്ളമായിരിക്കണം. എന്നാലേ ഇതെല്ലാം ഈ താഴെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിപ്പോയി, നശിച്ചു. ഇതെല്ലാം ഒരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹാബിറ്റായിട്ട് നമുക്ക് ഈ പർട്ടിക്കുലർ ഫ്രോഗിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഫ്രോഗ്സിനും അത് നമുക്ക് പറ്റില്ല.
ഇതാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ഫ്രോഗിലാണ്. ഈ ഒരു ഫ്രോഗാണ്. ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഫ്രോഗാണ്. നമ്മുടെ നാട്ടിലും ഒക്കെ കാണുന്ന ഇതിൻ്റെ ഒരു സിസ്റ്ററായിട്ട് പറയാം നമുക്ക് വേണമെങ്കിൽ. അതായത് ഇതുപോലെ തന്നെ ഇരിക്കുന്ന നാട്ടിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫ്രോഗുണ്ട്, മലബാർ ഗ്ലൈഡിങ് ഫ്രോഗ് എന്നാണ് അതിൻ്റെ പേര്. ഇത് ഫാൾസ് മലബാർ ഗ്ലൈഡിങ് ഫ്രോഗാണ്. ഇതിൻ്റെ കാലിലൊക്കെ ഒരു മഞ്ഞപ്പ് ഉണ്ടാവും, മഞ്ഞ കളർ. നമ്മുടെ നാട്ടിൽ കാണുന്നതിന് അത് കൂടുതൽ റെഡിഷ് ആയിരിക്കും, പിങ്കിഷ് കളറായിരിക്കും. ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ആ പോണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കാലത്തെ വന്നിട്ട് നമ്മളിവിടെ തലങ്ങുത്തി പറഞ്ഞിട്ട് ഒന്നിനെ പോലും കണ്ടില്ല. ഇപ്പം നൈറ്റ് ടൈമിലാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 10-15 ഇൻഡിവിജ്വൽ ഇരിപ്പുണ്ട് ഇപ്പോൾ തന്നെ. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഏകദേശം 3-4 ഇഞ്ച് വരെ വലിപ്പം വയ്ക്കും ഈ ഫ്രോഗ്. നമ്മുടെ വിരൽ വെച്ചാൽ ഏകദേശം ഒരു സൈസ് മനസ്സിലാവും. ഉണ്ടാവും ഒരു 2.5 ഇഞ്ച് ഉണ്ടാവും, 2-3 ഇഞ്ച് ഉണ്ട്. ഇത് ഫുള്ളി ഗ്രോൺ അല്ല, ഇതിനെക്കാട്ടിലും വലിപ്പം വയ്ക്കും. ഫീമെയിലാണ് വലിപ്പം കൂടുതൽ വയ്ക്കുക, മെയിൽ ചെറുതായിരിക്കും. അപ്പോൾ നമ്മളത് ഫീമെയിൽ മെയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഈ വലിപ്പത്തിൻ്റെ ബേസിലാണോ, അല്ലെങ്കിൽ മെയിനായിട്ട് ഞാൻ ഐഡി ചെയ്യുന്നത് അതിൻ്റെ വലിപ്പത്തിൻ്റെ ബേസിലാണ്. അല്ലാണ്ട് ചില കീ ഫീച്ചേഴ്സ് ഉണ്ട്, വിരലിൻ്റെ നീളവും കൂടുതലും. പിന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് നോക്കേണ്ടി വരും, അത് മെയിലാണോ ഫീമെയിലാണോ, ചില കീ ഫീച്ചേഴ്സ് ഉണ്ട്. ചേട്ടൻ ഈ ഒരു ഇങ്ങനൊരു ഫോൺ ഉണ്ടാക്കാനും ഈ ഒരു കാര്യത്തിനെല്ലാം ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെയാണ് എങ്ങനെയാണ്? അല്ലല്ല, നമുക്ക് WTI എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് എൻ്റെ ഫുൾ ഫോം. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഡേവിഡ് രാജു എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി, നാച്ചുറലിസ്റ്റാണ്. നമ്മളിപ്പോൾ വയനാട്ടിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ആദ്യം ഖാനയിലായിരുന്നു. ഈ പുള്ളിയാണ് നമ്മളെ ഈ WTIയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ WTIയിൽ നിന്ന് എനിക്ക് കോൾ വന്നു. WTIയിൽ നിന്ന് അവർ മൂന്നാർ ബേസ്ഡ് എന്തെങ്കിലും നമുക്ക് കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ഫ്രോഗിൻ്റെ കാര്യമാണ് പറഞ്ഞത് അവർക്ക്. ഓൾറെഡി നമ്മൾ ഫ്രോഗ്സിൻ്റെ പുറകെ കുറേ നടന്നിട്ടുള്ള കാരണമായി. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ തലേക്കെത്തിയത് ഫ്രോഗിൻ്റെ കാര്യമാണ്, പർട്ടിക്കുലർലി ദിസ് ഫ്രോഗ്, നമ്മുടെ ഈ സ്യൂഡോ മലബാറിക്കസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം അവർ കൺവിൻസ്ഡ് ആയില്ല. പിന്നെ അവർ ടീമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളൊരു ഗൂഗിൾ മീറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ അവർ കൺവിൻസ്ഡായി. സ്പെഷ്യലി അവരുടെ WTIൻ്റെ അതായത് ആംഫീബിയൻസിന് വേണ്ടിയുള്ളൊരു ഫസ്റ്റ് പ്രൊജക്റ്റാണ് അവരുടെ. ഇതുവരെ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം മാമൽസിനും ബേർഡ്സിനും ഈ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള കുറേ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കൺസർവേഷനാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അവരുടെ ആദ്യത്തെ ഒരു ഫ്രോഗ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്കത് പ്രൊജക്റ്റ് തരുകയും ചെയ്തു. അപ്പോൾ ഫണ്ടിങ് മൊത്തം അവരാണ് ചെയ്തത് ഇതിൻ്റെ. പിന്നെ ഈ സ്ഥലം നമുക്ക് തരണം, ഒരു സ്ഥലം വേണമല്ലോ. നമുക്കിപ്പം ഫണ്ട് തന്നാലും ഇതിന് ക്രിയേറ്റ് ചെയ്യാനൊരു സ്ഥലം വേണമല്ലോ. അതുകൊണ്ട് ഈ കാർഡമം പ്ലാന്റേഷൻ നമ്മൾ ചൂസ് ചെയ്തു. നമ്മുടെ വിൻഡമേർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്നാറിലൊരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ സ്പെഷ്യലി ഈ സ്ഥലം ചൂസ് ചെയ്യാൻ കാരണം ഇവരുടെ പെസ്റ്റിസൈഡൽ യൂസ് കുറച്ച് കുറവാണ്. കമ്പയറിങ് ടു അതർ പ്ലാന്റേഷൻസിൽ ഇവരുടെ പെസ്റ്റിസൈഡൽ യൂസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ പ്ലാന്റേഷനിൽ ഫ്രോഗ്സിൻ്റെ നമ്പർ കൂടുതലും, പിന്നെ ഈ പർട്ടിക്കുലർ ഫ്രോഗിൻ്റെ നമ്പറും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം അവർ ഫ്രീ ആയിട്ട് നമുക്ക് തന്നതാണ് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അറൗണ്ട് 3-4 ഇയേഴ്സാണ് നമ്മൾ അവരായിട്ടൊരു എഗ്രിമെൻറ്റ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ നമ്പർ കൂടുകയാണെങ്കിൽ പിന്നെ നമ്മളത് ഇത് ഒഴിവാക്കേണ്ടി വരും. സോ ഒരു 3-4 ഇയേഴ്സിന് അവർ നമുക്ക് തന്ന സ്പേസാണത്. ഹലോ ചേട്ടോ, അപ്പോൾ ഈ പോണ്ടും കാര്യങ്ങളൊക്കെ ഫ്രം സ്ക്രാച്ച് സെറ്റ് ചെയ്യാൻ ചേട്ടൻ ഒറ്റയ്ക്കായിരുന്നോ അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ? പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ചേട്ടൻ ഇതിൻ്റെ റിസൾട്ട് വന്നോ എന്നറിയാൻ എത്ര നാളെടുത്ത്? അതേപോലെ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ചേട്ടനെ എത്ര ദിവസം കൂടുമ്പോൾ വന്ന് ചെക്ക് ചെയ്യുമായിരുന്നു നമുക്കിതിന് പുരോഗമനം ഉണ്ടോ എന്ന്? ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എൻ്റെ കൊലീഗ്സും ചേർത്തിട്ടാണ് ചെയ്തത്. ഞാനും വൈഫുണ്ടായിരുന്നു, പിന്നെ ആൻ്റണി മാത്യു ആണ് മെയിനായിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്തത്. കുഴിയെടുക്കലും അതിൻ്റെ ബാക്കിയുള്ള വർക്ക് മൊത്തം, സ്പെഷ്യലി ഫസ്റ്റ് പൗണ്ട്. രണ്ടാമത്തെ പൗണ്ട് ചെയ്തപ്പോഴത്തേക്കും ഞാനും വൈഫും മാത്രമേ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കൊച്ചിനെയും കൊണ്ട് വരണമായിരുന്നു, അവൾക്ക് പറ്റുന്ന പണിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇത് ഏകദേശം ഒരു 1 വീക്കായി ഒരു സ്ട്രക്ചർ തീർക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ പ്ലാന്റ്സ് അതിന് ചുറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റ്സ് പിടിച്ച് ഒന്ന് സെറ്റായി വരാൻ കുറച്ചൊരു നാച്ചുറലായിട്ട് ഹാബിറ്റാറ്റ് പോലെ ആകാൻ ഒരു 4-5 months ആയി.
അത് കഴിഞ്ഞിട്ട് 3-4 months കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഫസ്റ്റ് ടാഡ്പോൾ, അതായത് ഫസ്റ്റ് നെസ്റ്റിംഗ് ഉണ്ടായത് നമ്മുടെ ഈ പോണ്ടിൽ. അവർ വീക്ക്ലി ട്വൈസാണ് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ അത്യാവശ്യം ഒരു മിനിമം ഒരു 5 ദിവസമെങ്കിലും പോയി നോക്കുമായിരുന്നു, എന്തെങ്കിലും റെഡി ആയിട്ടുണ്ടോ എന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ ആയിട്ടില്ലായിരുന്നു. നമുക്കും ലാസ്റ്റ് ഹോപ്പ് കുറച്ച് കുറഞ്ഞാണ് വന്നുകൊണ്ടിരുന്നത്. പുറത്ത് പറഞ്ഞില്ലെന്നുള്ളൂ. പക്ഷേ പിന്നീടാണത് സക്സസ് ആയത്. ലാസ്റ്റ് ഏകദേശം 1 മാസം ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. വീട്ടിൽ ഒരു കോവിഡ് കേസസ് ഉള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 1 month ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. ആ സമയത്ത് WTN ഓഫീസിൽ നിന്ന് വിളിക്കുമായിരുന്നു. നമ്മുടെ സ്നേഹ എന്ന് പറഞ്ഞൊരു അവിടുത്തെ WTN ഒരാളാണ് നമ്മൾ ഇതായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫുള്ളായിട്ട്. സ്നേഹമായിരുന്നു നമ്മളെ ഫുൾ ബാക്കപ്പ്, ഓഫീസും നമ്മളായിട്ടുള്ളൊരു ബന്ധം, കണക്ടിവിറ്റി. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കായിരുന്നു എന്തായി, വല്ലതും നടക്കുമോ കണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കായിരുന്നു. പക്ഷേ ഈ 1 month കഴിഞ്ഞിട്ട് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് പോയപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ടാഡ്പോൾസ് കാണുന്നത്. ഇത് ഏകദേശം 7-8 ടാഡ്പോൾസ് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ വേറെ ഏതോ ഫ്രോഗിൻ്റെയാണെന്ന് ഓർത്ത്. പക്ഷേ പിന്നെ ഈ ഫ്രോഗിന് ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഗ്രീനിൽ ബ്ലാക്ക് പാറ്റേൺ ഉണ്ട്, ടൈഗർ പോലെ തന്നെ ആയിരിക്കും, ടൈഗർ പാറ്റേൺ പോലെ. അതാണ് ഞങ്ങൾ ഗ്രീൻ ടൈഗർ എന്നാണ് ഇതിനെ പറയുന്നത്, കുഞ്ഞിനെ മാത്രം. അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. അന്ന് നൈറ്റാണ് പോയത്, അറൗണ്ട് 9:30-10 ആയപ്പോഴാണ് പോയത്. നൈറ്റ് തന്നെ ഞാൻ സ്നേഹനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കൊണ്ട് സക്സസ് ആയി, സംഭവം വന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്, ഈ കൺസർവേഷൻ ഈ ഒരു ഇതിലേക്ക് ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പച്ചപ്പ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. മൂന്നാറിവിടെ കാലിലൂടെ വന്നിട്ട് പിന്നെ ഞാൻ പഠിച്ചതിന് വെച്ചിട്ട് BSc നോട്ടിക്കൽ സയൻസ് പഠിച്ചത്. അതിനെ റിലേറ്റ് ചെയ്ത് എനിക്ക് ജോലിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതെങ്കിലും ചുമ്മാ വീട്ടിലിരിപ്പായി ഫുൾ ടൈം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹാലിയുടെ ഫീൽഡ് വർക്കിനൊക്കെ പോകുന്നു. പിന്നെ ഈയിടെ ഇരിക്കുന്നപ്പോൾ കൂടുതലായി പോക്ക്, വെറുതെ ഇരിക്കേണ്ട ആക്ച്വലി കൂടുതൽ ക്വാളിറ്റി ടൈം ആയി. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാൻ തുടങ്ങി കൂടുതലായി. അപ്പോൾ പിന്നെ കൺസർവേഷൻ ഐഡിയ ഇങ്ങനെ നമുക്ക് വൈ നോട്ട് എന്നുള്ളൊരു ചിന്തയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ, എന്തുകൊണ്ട് ചെയ്തുകൂടാം, അത് ശരി ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് കൺസർവേഷൻ നമുക്കായി. അപ്പോൾ നമുക്ക് ഹാർലി ചേട്ടൻ ഈ തവളകളെ കൺസേർവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രകൃതി കൺസേർവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ചെടി നടുകയോ അല്ലെങ്കിൽ നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരു മരം വെട്ടാണ്ടിരിക്കുക എന്നൊരു തീരുമാനത്തിലെടുക്കുകയോ, അതായത് ഇപ്പോൾ നമ്മളൊരു മരം വെട്ടുമ്പോൾ അത് ഒരുപാട് ജീവികളുടെ ഇൻസെക്ട്സിൻ്റെയൊക്കെ ഹാബിറ്റായിട്ടാണ് നമ്മൾ നശിപ്പിച്ചുള്ളതാണ് ഒരു മരം വെട്ടുന്നതിലൂടെ. അപ്പോൾ അത് നമ്മളങ്ങനെ വെട്ടാണ്ടിരിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ചെടികൾ നട്ടുകൊണ്ടും അതുപോലെ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ വേസ്റ്റുകൾ വലിച്ചെറിയുന്നത് മൂലമുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയ നമുക്കും ഇതുപോലെ ഒരു പ്രകൃതി സംരക്ഷകൻ്റെ ഒരു റോളിലേക്ക് നമുക്കും നമ്മുടേതായ രീതിയിൽ എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ജീവികളെ സംരക്ഷിക്കാനും അവരുടെ വളർച്ചയെ സഹായിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഹാർലി ചേട്ടൻ്റെ ഈ കോൺസെപ്റ്റിൽ നമുക്കും പങ്കാളികളാകാം. അപ്പോൾ ഹാർലി ചേട്ടോ വളരെ നല്ലൊരു കാര്യമാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ഹാർലി ചേട്ടോ ഞാൻ നന്ദി പറയുകയാണ്, ചേച്ചിയോട് നന്ദി പറയുകയാണ്. താങ്ക് യു.